പരിയാരം എംപേറ്റിൽ മേൽപ്പാലം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരപ്പന്തൽ വി ശിവദാസൻ എം പി സന്ദർശിച്ചു. മേൽപ്പാലം എന്ന നാടിന്റെ ആവശ്യം നടപ്പാകുമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും എം പി പറഞ്ഞു. മേൽപ്പാലത്തിന് അന്തിമാനുമതി ലഭ്യമാക്കുന്നതുവരെ നാട് ഒരുമിച്ച് നിൽക്കണം. നാടിന്റെ ഐക്യം നിലനിൽക്കണമെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നാടിന്റെ ആവശ്യം നിറവേറ്റപ്പെടുകയെന്നും വി ശിവദാസൻ എം പി പറഞ്ഞു. ഇതിനോടൊപ്പം ഉണ്ടായിട്ടുള്ള 4-5 സ്ഥലങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ 4-5 സ്ഥലങ്ങളുടെ കൂടിയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രി തന്നെ ഒരു കത്ത് തയ്യാറാക്കി അയക്കുകയും ചെയ്യുകയുണ്ടായി. ഗോവിന്ദൻ മാഷ് MLA എന്ന നിലയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ, നിതിൻ ഗഡ്കരിക്കോ ഈ കണ്ണൂർ ജില്ലയിലുള്ള ഓരോ പ്രദേശത്തെയും സംബന്ധിച്ചുള്ള നിവേദനം പ്രത്യേകമായി കൊടുക്കുന്ന നിലയുണ്ടായി. എംപേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട 2 മാസത്തിലേറെയായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. ഈ ആവശ്യം നടപ്പാക്കി കിട്ടുന്നതിനു വേണ്ടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി എംപിമാരായ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തിയിരുന്നു. സമരം 2 മാസം പിന്നിട്ടു. ഞായറാഴ്ചത്തെ സമരം സാംസ്കാരിക പ്രഭാഷകനും നാടക സംവിധായകനുമായ രവി ഏഴോം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം വി രമണി അധ്യക്ഷയായി. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EC മല്ലിക, പി രഞ്ജിത്ത്, PV ഗോപാലൻ, ഇ തമ്പാൻ, ചാലിൽ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.